ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ സർക്കുലർ പിൻവലിച്ച് സംസ്ഥാന സർക്കാർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് നടപടി. സ്ഥലമാറ്റം നേരത്തെ ട്രൈബ്യൂണൽ റദ്ദാക്കിയിരുന്നു. എം.കെ. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കീഴിൽ വരെയാണ്. അപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഒരു വേളയിൽ അത് പേടിച്ച് തന്നെയാണോ ഇപ്പോൾ ഈ സർക്കുലറിലുള്ള പിന്മാറ്റമൊക്കെ തന്നെ? രജനി, അത് വ്യക്തമാണല്ലോ. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ റദ്ദാക്കിയ ഉത്തരവ് മാറ്റിക്കൊണ്ട് സർക്കുലറാണ് സർക്കാർ പുറത്തിറക്കിയത്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ആദ്യം സർക്കാർ പുറത്തിറക്കുന്നത് ഫെബ്രുവരി 2-നാണ്. ഇത് അശാസ്ത്രീയമായ സ്ഥലമാറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹയർ സെക്കൻഡറി അധ്യാപകർ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ സമീപിച്ചപ്പോഴാണ് അവർ ആ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കിയത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഹയർ സെക്കൻഡറി വിഭാഗം സെക്രട്ടറി ഒരു പ്രത്യേക സർക്കുലർ തന്നെ ഇറക്കിയത്. ആ സ്ഥലം മാറ്റം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കുലർ. ആ വിഷയങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് സർക്കുലർ പിൻവലിക്കുന്നത്. അല്ല എങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. എന്തായാലും സർക്കുലർ പിൻവലിച്ചതോടുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിമർശനത്തിൽ നിന്നും വളരെ വിദഗ്ധമായി സർക്കാർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വകുപ്പ് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജനി, ശരി. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലമാറ്റ സർക്കുലർ പിൻവലിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എം.കെ. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.